നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളായി തന്നെ തുടരുന്നു. ഇന്ന് നിർണായകമായ ചർച്ച ഇപ്പോൾ അല്പം മുമ്പ് പൂർത്തിയായി. ആ ചർച്ച പരാജയമാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ മന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് പോയതിനു ശേഷം ചർച്ചയിലേക്ക് വരാം. തുടർ നടപടികളെക്കുറിച്ച് അറിയിക്കുകയും തുടർന്നുള്ള ചർച്ചയ്ക്കുള്ള ഡേറ്റ് നാളെ അറിയിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുമായിട്ട് അടക്കം ഈ വിഷയങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം നാളെ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അല്ല, സബ് കമ്മിറ്റി പരിഗണിക്കുന്ന മറ്റു പല വിഷയങ്ങളാണ്. അവിടെ പല അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. നമുക്കൊരു സമവായത്തിനുള്ള ഫോർമുല വെക്കണമെങ്കിലും ഇരുവിഭാഗങ്ങളും ഒരു ചർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള അന്തരീക്ഷം എവിടെയെങ്കിലും വന്നാലല്ല പിന്നെ ഒരു മീഡിയേഷൻ്റെ ഇത് വരുന്നുള്ളൂ. പിന്നെ അതില്ലാതെ രണ്ട് എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് കാര്യമായി ആ നിലയിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ല എന്ന് സമ്മതിക്കുകയാണ്. ഇത് രണ്ടിലും തർക്കമാണ്, രണ്ട് വിഷയത്തിലും തർക്കമാണ്. കഴിഞ്ഞ PLC 2011 ധാരണയിലായ PLCയിൽ കൂലി വർധന അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാം, അത് ഒരു മാസത്തിനകം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പല കാരണങ്ങൾ കൊണ്ട് ഇത് 3 വർഷം പിന്നിട്ടപ്പോഴും നടപ്പിലാക്കാൻ സാധിച്ചില്ല. പിന്നെ കഴിഞ്ഞ PLCയുടെ ആ വ്യവസ്ഥ നടപ്പിലാക്കണം, എന്നാൽ മാത്രമേ ഇന്നത്തെ വിലയിടിവ് കാരണം ഒരു വർധനവ് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് തോട്ട ഉടമകളുടെ ആവശ്യം. എന്നാൽ ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 500 രൂപ ഇന്ന് ജീവിക്കണമെങ്കിൽ 500 രൂപ കുറഞ്ഞത് വേണം. അതുകൊണ്ട് ആ നിലയിലേക്ക് അതിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്ന നിലപാട് ട്രേഡ് യൂണിയനുകളും ശക്തമായി നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ബാക്കി അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വിഷയങ്ങളും ആരോഗ്യ വിഷയങ്ങളും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ തവണ തന്നെ ധാരണയായത്. അതൊക്കെയാണ് ഇന്ന് സബ് കമ്മിറ്റിയുടെ മുമ്പിൽ പോയത്, മറ്റ് തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അല്ലല്ല, അതിനുവേണ്ടിയാണ് ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടിയത്. ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി കഴിഞ്ഞ് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൽ നിയമപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അങ്ങനെ നാളെ ക്യാബിനറ്റിൽ റിപ്പോർട്ട് ചെയ്യും. ക്യാബിനറ്റാണല്ലോ തീരുമാനം എടുക്കേണ്ടത്, സബ് കമ്മിറ്റിക്കല്ല. എന്നാൽ മാത്രവുമല്ല, ഫിനാൻസ് സെക്രട്ടറി ശ്രീ KM എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സമിതി, അത് റവന്യൂ സെക്രട്ടറി, ലേബർ സെക്രട്ടറി, ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ, ലോ സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, 6 പേരടങ്ങുന്ന ഇവരെ അടിയന്തരമായി കൂടി ഇതിന്മേലുള്ള നിയമപരമായിട്ടുള്ള പരിശോധനകൾ നടത്തി ക്യാബിനറ്റിലേക്ക് അറിയിക്കാൻ ആണ് ഇന്ന് നിർദ്ദേശം കൊടുത്ത് പിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഇതുകൊണ്ട് തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല. സർക്കാർ ഇന്ന് ഒരു നിർദ്ദേശവും തുക ഇന്ന് വെച്ചിട്ടില്ല. കാരണം രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുമ്പോൾ അടുത്ത് വന്നാലേ ഒരു മധ്യസ്ഥന് ഇടപെടാനൊക്കത്തുള്ളൂ. ഏതാ എനിക്ക് മനസ്സിലായില്ല. സർക്കാരിനോട് പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ തവണത്തെ സർക്കാരിൻ്റെ മധ്യസ്ഥയിൽ ഉണ്ടായിരുന്ന PLCയുടെ വ്യവസ്ഥകൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്കൊരു കൂലി വർധനവ് സാധിക്കത്തുള്ളൂ അവരുടെ വാദം. അതേസമയത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ടാസ്ക് വർധനവ് പ്രായോഗിക ബുദ്ധിമുട്ടിനെ കുറിച്ച് ട്രേഡ് യൂണിയനുകളും അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇതിപ്പം സർക്കാരിന് പ്രത്യേകിച്ച് അധികാരമില്ല. അല്ലെങ്കിൽ പിന്നെ മിനിമം ഏജ് അഡ്വൈസറി ബോർഡിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ മുമ്പിലുള്ള അധികാരം. അതുകൊണ്ട് സർക്കാർ സമവായ ശ്രമവുമായി മുന്നോട്ട് പോകും. നാളത്തെ ക്യാബിനറ്റിനെ തുടർന്ന് എന്നാണ് തുടർ ചർച്ച എന്നുള്ളത്. രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി തുടർന്ന് ചർച്ച ചെയ്യുന്ന ഡേറ്റിന് അല്ല, ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഇന്നിപ്പം ഞാനും ആര്യാടൻ സാറുമാണ് ചർച്ച നടത്തിയത്. ഞങ്ങൾ തന്നെ തുടർ ചർച്ചകൾ നടത്തുന്നതായിരിക്കും. അത് നാളെ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഡേറ്റ് അറിയിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലല്ല, ഇന്നിപ്പോൾ സന്ധ്യയ്ക്കാണ് പിരിഞ്ഞത്. ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഓരോ ആവശ്യങ്ങളായിട്ട് തോട്ടം മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളും
അവർ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഭവനങ്ങൾ ഒന്നാക്കാൻ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിന് ആവശ്യമുള്ള തുക, ഇങ്ങനെയുള്ളതുണ്ട്. പിന്നെ ചില നിയമപരമായ വ്യവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, അത് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ട് തരാൻ ആണ് ഈ കമ്മിറ്റിയെ ഈ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നിനിയും നാളത്തെ ക്യാബിനറ്റിന് മുമ്പ് വരുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ മുമ്പിൽ തന്നെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഇതിന് തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇത് ഈ വിഷയം പൊട്ടിപ്പുറപ്പെട്ട നാൾ മുതൽ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, സമരം അവസാനിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്തോ, ഇതിപ്പോൾ എല്ലാവരും സമരം ചെയ്യില്ലേ? തെരഞ്ഞെടുപ്പ് അത് വാഗ്ദാനമായിട്ടൊന്നും കണക്കാക്കത്തില്ല. PLCയുടെ സമവായം വരുന്നതും ഇതായിട്ട് സമരം അവസാനിപ്പിക്കുന്നതുമായിട്ട് യാതൊരു. ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇതെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും, ഒരു സംശയമില്ല, ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ അതിന് നമ്മൾ ആഗ്രഹിച്ച വേഗതയിൽ നടക്കുന്നില്ല, ദൗർഭാഗ്യകരം. മന്ത്രി ഷിബു ബേബി ജോണാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് അല്പം മുൻപ് അവസാനിച്ച PLC യോഗം യാതൊരു വിധത്തിലുള്ള, അതായത് മിനിമം കൂലി, തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി നിർണ്ണയിക്കാനുള്ള അല്ലെങ്കിൽ കൂലി വർധനവ് നടപ്പാക്കാനുള്ള മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. അത് ദൗർഭാഗ്യകരമെന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഈ വിഷയം തന്നെ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള ശ്രീ J. അജിത് കുമാറുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചേരുന്നു. ഇടുക്കി CPM ജില്ലാ സെക്രട്ടറിയും ട്രേഡ് യൂണിയൻ നേതാവുമായ ശ്രീ KK ജയചന്ദ്രനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പെമ്പിളൈ ഒരുമയുടെ പ്രതിനിധികളായിട്ടുള്ള ശ്രീമതി ഗോമതിയെയും ഇന്ദ്രാണിയെയും നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അൻവർ ബാലസിംഗത്തിനെയും നമ്മൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രതിനിധി ശ്രീ സുനിൽ അരുമാനൂർ ഇപ്പോൾ തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഈ ചർച്ച നടന്ന സ്ഥലത്ത് നിന്ന് സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ കൂലി വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാൻ സാധിച്ചില്ല എന്ന് ഷിബു ബേബി ജോൺ മന്ത്രി ഇപ്പോൾ ആ യോഗത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നു. ശ്രീ സുനിൽ, നമുക്കറിയാം മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. സർക്കാരിൻ്റെയും ഈ തോട്ടമുടമകളുടെയും നിഷേധാത്മകമായ ഒരു നിലപാട് തന്നെയാണ് പലപ്പോഴും ഇവരുടെ മിനിമം കൂലി, അതായത് തോട്ടം തൊഴിലാളികൾ മിനിമം കൂലി 500 ഉയർത്താൻ സാധിക്കാതെ പോയെന്നുള്ള ആരോപണവും സംസ്ഥാനമെമ്പാടുമുള്ള ട്രേഡ് യൂണിയനുകൾ ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുടെ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ചുരുക്കി ശ്രീ സുനിൽ. പ്രദീപ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ ചർച്ച പരാജയപ്പെട്ട അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നത്. അതായത് 500 രൂപ മിനിമം കൂലി എന്നുള്ള ആവശ്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കണം എന്നായിരുന്നു കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്. അത് പ്ലാന്റേഷൻ ഉടമകൾ ആലോചിച്ച ശേഷം അവരുടെ നിലപാട് എന്താണ് എന്ന് ഈ യോഗത്തിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് PLC പ്രത്യേക യോഗം ചേർന്നത്. പക്ഷേ ഇന്ന് യാതൊരു തരത്തിലുള്ള നിലപാടും, എത്ര രൂപ വരെ കൂട്ടിക്കൊടുക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. അതുതന്നെയാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം. 500 രൂപ എന്നുള്ളത് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടുള്ള കൂലി. പക്ഷേ എത്ര നൽകാം എന്നുള്ളത് മാത്രം പറയാതെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, കൂടുതൽ സമയം ജോലി ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പ്ലാന്റേഷൻ ഉടമകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളി സമരം കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനത്തിലേക്ക്. സുനിൽ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇപ്പോൾ 500 രൂപ മിനിമം കൂലി എന്നുള്ളത് ചർച്ചയിൽ തീരുമാനമാവാതെ പോയിരിക്കുന്നു. അത് കൂടാതെയും 20ഓളം വിവിധ ആവശ്യങ്ങൾ സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. അവിടെ തോട്ടം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും പ്ലാന്റേഷൻ ലേബർ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പാക്കുക എന്നുള്ളത്, അതോടൊപ്പം അവരുടെ ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി അവരുടെ ജീവന് ഭീഷണി ഒഴിവാക്കി കൊടുക്കുക എന്ന് തുടങ്ങി പല വിഷയങ്ങളും. പക്ഷേ ഈ മിനിമം വേതനത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ചർച്ച അലസിപ്പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദീപ്, മറ്റ് വിഷയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്, അവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, നല്ല രീതിയിൽ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഇതൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ മറ്റൊരു കാര്യം ഇവർക്ക് പറഞ്ഞത് ഇവരുടെ നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നിയമ ഭേദഗതി വരുത്തുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സർക്കാർ ക്യാബിനറ്റിൽ എടുക്കേണ്ട ചില ഡിസിഷൻസ് ആണ്. അതാണ് ഷിബു ബേബി ജോൺ
കൃത്യമാണ്. നമ്മോടൊപ്പം ഇപ്പോൾ പെമ്പിള ഒരുമയുടെ നേതാവ് അവിടെ മാതൃകാപരമായ ഒരു സമരം ഈ മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് വെച്ച പെമ്പിള ഒരുമയുടെ നേതാവായിട്ടുള്ള ശ്രീമതി ഇന്ദ്രാണി ചേരുന്നു. ഇന്ദ്രാണി, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഇന്നത്തെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരുന്ന ചർച്ചയും അവസാനിച്ചിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ഒരു നീക്കുപോക്കും ഇപ്പോൾ തോട്ടം ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം പ്രതീക്ഷ കൽപ്പിച്ചിരുന്നു മന്ത്രി ഷിബു ബേബി ജോണിൽ. ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു? இனியும் சட்டமா தான் இப்போ எங்க ட்ரேட் யூனியன் எல்லாமே எங்க கூட நிக்குது. அதனால எங்களுக்கு கட்டாயமா ஒரு நல்ல தீர்மானம் வரும்னு சொல்லி நம்பிக்கையோட இருக்கோம். இந்த ட்ரேட் யூனியன் சட்டமா நிக்குது. நாங்க ட்ரேட் யூனியன் பின்னாடி എല്ലാ മുഴുവൻ തൊഴിലാളികളും ശക്തമാ നിൽക്കും. ശ്രീമതി ഇന്ദ്രാണി, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് മൂന്നാർ കണ്ണന്തേവൻ പ്ലാന്റേഷനിലെ 360ഓളം സ്ത്രീ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുകയാണോ? സമരത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചോ? സമരத்துக்கு தான் பின்ன வாங்குறோம். அவங்க 5 பேரு PLC யோகம் போறேன்னு சொல்லிட்டு யாரையுமே கூப்பிடல, யாருக்கும் அறிவிக்கல. 5 பேருமா தீர்மானம் எடுத்துட்டாங்க. எங்கள்கிட்ட யாருமே சொல்லல. அதனால நாங்க எங்க ட்ரேட் யூனியன் கூட நாங்க போய் சேர்ந்துட்டோம். ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം എത്തിയോ ശ്രീമതി ഇന്ദ്രാണി? നിങ്ങളുടെ സമരത്തിന്റെ ശക്തി, ആ ശക്തിയിൽ തന്നെയാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. അതിന്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്താതെ പോകുന്നതിന്റെ വിഷമം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? இல்ல, ஒரு காலம் இல்ல. இன்னும் தீர்மானம் ஆகல. இனி பின் வாங்கல. இல்ல, ட்ரேட் யூனியன் இன்னும் பின் வாங்கல. எங்களுக்குள்ள தீர்மானம் நல்லபடியா கிடைக்கும். எங்க ட்ரேட் யூனியன் நாளைக்கு சர்ச்சையில திரும்பியும் பேசி தீர்மானம் எடுத்து கொடுப்பாங்க. இதுக்கு முடிவு இன்னும் ஆகல. அதனால நாங்க சங்கடப்படுறதுக்கு தேவையில்லை. சரி இந்திராணி, நான் ஒண்ணு கேட்கறது என்னன்னா, நீங்க ஸ்ட்ரைக் ஆரம்பிக்கும் போது என்ன சொன்னேன்னா, ட்ரேட் யூனியன் எதுவுமே எங்களுக்கு தேவையில்லை, ஒரு பொலிட்டிக்கல் பார்ட்டி எங்களுக்கு தேவையில்லை, அந்த 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 நிலைப்பாட்டிலிருந்து நீங்கள் இப்போ மாறப்போகுது இல்லையா? மாறல, கட்டாயம் மாறல. அன்னைக்கு நான் சொன்னது எங்க கூட யாருமே பங்கெடுக்கல, வரமாட்டேன்னு சொல்லிட்டாங்க. ஆனா இன்னைக்கு அந்த சமரத்துக்கு நின்று முன்னாடி நாங்க இருக்கோம் அப்படின்னு சொல்லி எங்களுக்கு சொல்லியிருக்காங்க. அதனால நாங்க அவங்க எங்களுக்கு கை கொடுத்தனால அவங்க கூட நாங்க கை கொடுத்துக்கிட்டோம். வேற ஒண்ணும் இல்ல. ஒரே ஒரு வார்த்தை கூட கேட்கட்டும். ஏன்னா இப்போ கேரளா மொத்தமா எல்லா இடத்துலயும் தோட்டம் தொழிலாளிகள் நிறைய புத்திமுட்டில் தான் இருக்காங்க. அவங்களுக்கு பிரச்சனை இதனால அவங்க எல்லாமே ட்ரேட் யூனியன் பின்னாடி அணிநிறந்து இப்போ ஸ்ட்ரைக்கில் இருக்காங்க. அதுக்கு நீங்க தான் ஆரம்பம் கொடுத்திருந்தா கூட நீங்க பின்வாங்கியிருக்க. அது ஒரு கொஞ்சம் கன்ஃபியூஷன் வந்திருக்கு மொத்தம் பப்ளிக்கு. அதை பத்தி என்ன சொல்றீங்க? நாங்க பின்வாங்கல. நாங்க எங்களோட ட்ரேட் யூனியன் அன்னைக்கு சமரத்துக்கு எம்எல்ஏ முதல் கொண்டு வரலன்னு சொல்லி தான் நாங்க சங்கடப்பட்டுக்கிட்டு இருந்தோம். ஏன் வரல? நாங்க தான் அவங்களோட தொழிலாளி தான். நாங்க ஏன் வரல, எதுக்கு வரலன்னு தான் நாங்க கேள்வி கேட்டோம். ஆனா இன்னைக்கு நான் தொழிலாளி கூட நாங்க எல்லாம் பிரச்சனை பண்ணாலும் என் தொழிலாளி கூட நான் முன்னாடி நிப்பேன்னு சொல்லி ட்ரேட் யூனியன் எல்லாமே சட்டமா நிக்கிறனால நாங்க அவங்க பின்னாடி போயிட்டோம். இதுக்கு வேற ஒரு சர்ச்சையோ வேற எதுவுமே தேவையில்லை. அவங்க கூட PLC போனஸ்ன்றது KDHPக்கு மட்டும்தான். ஆனா PLCன்றது அப்படி இல்ல. கேரளா எல்லா தோட்டங்களும் உள்ள பிரச்சனைகள் மக்கள் ஃபர்ஸ்ட் புரிஞ்சுக்கிறோம். PLCன்றது வேற, போனஸ்ன்றது வேற. அதனாலதான் ட்ரேட் யூனியன் கட்டாயம் தேவை. அதனால தான் கேட்குறேன். ஃபைனலாக உங்கள்கிட்ட கேட்குறது என்னன்னா, இந்த 500 ரூபாய் உங்களுக்கு மினிமம் சேலரி கிடைக்கலன்னா நீங்க ஸ்ட்ரைக்குமா முன்னோட்டு போகுது தான் உங்களோட கட்டாயமா டிசிஷன் இல்லையா? 500 ரூபான்றது எங்க ட்ரேட் யூனியன் தீர்மானிக்கும். எப்படி என்ன PLCல என்ன இது பிரச்சனைகள் இருக்குன்னு சொல்லி எங்களுக்கு தெரியல. எங்க ட்ரேட் யூனியன் எத்தனை ரூபாய்க்கு சம்மதிக்கணும் அதுக்கு நாங்க சம்மதிப்போம். அவங்க நல்ல ஒரு தீர்மானம் சொல்லுவாங்க. ശരി, വളരെയധികം നന്ദി ശ്രീമതി ഇന്ദ്രാണി. ഇപ്പോൾ നമുക്കറിയാം ശ്രീ ഭാസുരേന്ദ്ര ബാബു, സമരത്തിൻ്റെ മുഖം മാറുന്നു, ചർച്ചകൾ പരാജയപ്പെടുന്നു, ട്രേഡ് യൂണിയനുകൾ വീണ്ടും രംഗത്തെത്തി അതിശക്തമായ സമരവുമായി ഇവർക്കൊപ്പം, അതായത് ബുദ്ധിമുട്ട് നേരിടുന്ന തോട്ടം തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അണിനിരന്നിരിക്കുന്നു. പക്ഷേ ഫലപ്രാപ്തിയിലെത്തുന്നില്ല. ഇപ്പോൾ ഇന്ദ്രാണി ഉൾപ്പെടെയുള്ളവർ, സമരത്തിന് നേതൃത്വം നൽകിയ പെമ്പിള ഒരുമയിലെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ട്രേഡ് യൂണിയന് പുറകിൽ അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രദീപ്, കഴിഞ്ഞ തവണ ഇവിടെ സമരം നടന്നപ്പം സ്ത്രീകളുടെ കൂട്ടായ്മ അല്ലെ പെമ്പിള ഒരുമൈ എന്ന നിലയ്ക്ക് ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ആ വിഭാഗം ആൾക്കാരുടെ നേതൃത്വത്തിലും ആഭിമുഖ്യത്തിലും മാത്രമാണ് സമരം നടന്നത്. ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സ്ത്രീകളുടെ ശാക്തീകരണമായിരുന്നു, ഞാൻ പറയേണ്ടതില്ല. ഇപ്പോഴത് മാറിയിട്ട് ട്രേഡ് യൂണിയൻ്റെ ഒരു ചിരസമ്മത രീതിയിലേക്ക് എല്ലാവരും എത്തുകയും സ്ത്രീ തൊഴിലാളികൾ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെ സമരം ഏകദേശം സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം ഏകദേശം ലക്ഷോപലക്ഷം തൊഴിലാളികൾ ഒറ്റ ഡിമാൻഡിലേക്ക് എത്തിച്ചേരുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞ 10 ദിവസത്തെ സമരത്തിന് വലിയ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ആ സമരത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ സത്യത്തിൽ ഈ കൂലിക്കൂടിനെ സംബന്ധിച്ച് ചർച്ച നടക്കാൻ ഇരിക്കുന്നത് 10 മാസത്തെ സമയം ഇപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട് കൂലിക്കൂടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ സർക്കാർ ഔദാര്യമൊന്നും കാണിക്കുന്നില്ല. മറിച്ച് നമുക്ക് അറിയേണ്ടി വരുന്നത് ഈ 500 രൂപ എന്ന കൂലിക്കൂടിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതാണ്. അതിനകത്ത് ഇത്തവണ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഒരു തുകയും പറയുന്നില്ല എന്നതാണ്. കൂലി കൂടുതൽ നൽകാം, മറിച്ച് ഒപ്പം ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്നല്ലാതെ കൂലിക്കൂടലിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള 232 നിന്ന് 500 എത്തുമ്പോൾ ഒരു സമവായ രീതിയിൽ ഏതെങ്കിലും ഒരു മിഡിൽ പാത്ത് പോലും അന്വേഷിക്കുന്ന രീതി മാനേജ്മെൻറ്റിനില്ല. അത് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന രീതിയിലേക്ക് നീങ്ങാൻ സർക്കാരിനും കഴിയുന്നില്ല. ഒരു നിമിഷം, ശ്രീ അജിത് കുമാർ, താങ്കൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വേതന വർധനവ്, വേതന കരാറൊക്കെ ഉണ്ട് ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ. അതിൻ്റെ കാലാവധി കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞതാണ്. കഴിഞ്ഞ 9 മാസമായി നിരന്തരമായ ചർച്ചകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും തോട്ടം തൊഴിലാളി മേഖലകളിൽ നിന്നും ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. അത് മാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ പാവപ്പെട്ട തൊഴിലാളികൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലിൽ വന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചുംബിച്ച് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് ഇന്നലെ പോലും പറഞ്ഞത് മന്ത്രി ഷിബു ബേബി ജോണിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ എത്ര ഉത്തരവാദിത്വം ഇല്ലായ്മയോടുകൂടിയാണ് മന്ത്രി ഈ കാര്യത്തിൽ വളരെ ലാഘവത്തോടെ കൂടി പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ പ്രദീപ് ഇപ്പോൾ ശ്രീമതി ഇന്ദ്രാണി എന്ന് പറഞ്ഞ പെമ്പിള ഒരുമയുടെ ആ വനിതാ നേതാവുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പേച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർ ഇപ്പോഴും നല്ല ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നു. ഇതിലെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അത് പിന്നെ മുഖ്യമന്ത്രരിയെ താണ് വണങ്ങിയതോ അല്ലെങ്കിൽ ശ്രീ ഷിബി ബേബി ജോണിനെ വിശ്വസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെയൊക്കെ ഒരു മര്യാദയുടെയും ജീവിത ഇതിൻ്റെയൊക്കെ അതിനൊക്കെ അവർ നമ്മളവരെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സുകൊണ്ട് നമിക്കുക സ്ത്രീജനങ്ങളെ. തന്നെയല്ല, ഇപ്പോൾ അവർ പറഞ്ഞത് ഈ സ്ത്രീ ജനങ്ങളുടെ കൂട്ടായ്മ ശ്രീ ബാബുജി പറഞ്ഞതുപോലെ അതൊരു വലിയൊരു നമ്മുടെ കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു മാറ്റത്തിന് അത് ഒരുപക്ഷെ നിദാനമായേക്കും. പക്ഷേ അത് എന്ന് പറയുന്നത് ഈ ബോണസ് ഇഷ്യൂ ആയിട്ട് മാത്രമായിരുന്നു എന്നാണ് അവരുടെ തന്നെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ബോണസിൻ്റെ ഇഷ്യൂ ആയിരുന്നു, അത് പരിഹരിച്ചു. 8-3 നിന്ന് പിന്നെ നമ്മൾ 20 എത്തിയ ഈ ഗുഡ് വില്ലെന്നോ ഇൻസെൻറ്റീവ് എന്നോ വാട്ട് എവർ ദ നെയിം ഇസ്. അല്ലല്ല, ഓക്കെ, എങ്കിൽ പോലും അതിനകത്ത് ഏകദേശം തീരുമാനമായിക്കോളും. ഇനി ഈ പറഞ്ഞ പോലെ മിനിമം വേജസിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ വരുമ്പോഴാണ് ശ്രീ അജിത് കുമാർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, അതായത് ഈ ചർച്ച 26-ാം തീയതി പ്രഖ്യാപിച്ച് ആ തീയതിക്ക് 2 ആഴ്ച മുമ്പേ ഇതേ മന്ത്രി, തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടതാണ്. അത് നടക്കില്ല, നടപ്പാക്കാൻ സാധിക്കില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഉള്ള തൊഴിൽ സംസ്കാരം അനുസരിച്ച് ഈ ട്രൈപാർട്ടേറ്റ്, ഈ ത്രികക്ഷി ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ബൈപാർട്ടേറ്റ് ചർച്ച എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ബന്ധപ്പെട്ട 2 കക്ഷികളും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കുന്നു. എന്നിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു, തൊഴിലാളി സംഘടനകൾക്കോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നു, അവരുടെ പ്രതിനിധികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നു, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. ഇത് ഈ രണ്ടും ഇങ്ങനെ ഒരു സമാന്തര രേഖകളായിട്ട് ഇങ്ങനെ പോയി കൂട്ടിമുട്ടാൻ സാഹചര്യം ഇല്ലാത്ത സമയത്താണല്ലോ ഒരു മൂന്നാമതൊരു കക്ഷി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയോ അല്ലെങ്കിൽ മിനിമം വേജസ് അഡ്വൈസറി ബോർഡോ ഒക്കെ വരുന്നത്. അപ്പം അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരു നിമിഷം, നമുക്ക് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ജയേന്ദ്രൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീ ജയേന്ദ്രൻ, ഇന്നത്തെ ചർച്ച ഒരു രീതിയിലും ആശാവഹമായിരുന്നില്ല. 2 കൂട്ടരും ഒരറ്റത്തും എത്താത്ത രീതിയിലായിരുന്നു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. മിനിമം വേതനം 500 എന്നുള്ളത് പോയിട്ട് തുക പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരിച്ചത്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിൽ? ഇക്കാര്യത്തില് മാനേജ്മെന്റ് ആദ്യം മുതൽ തന്നെ എടുക്കുന്നൊരു നിലപാട് അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം ഇപ്പോ ഡിസംബർ മാസത്തിൽ കാലാവധി കഴിഞ്ഞാണ് ശമ്പളം പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ട്. ഇപ്പൊ 9 മാസം പിന്നിട്ടിരിക്കുന്നു. 9 മാസം പിന്നിട്ടതിന് ശേഷവും ഈ പ്രശ്നം മാന്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ആദ്യം അവർ പറഞ്ഞു 5 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. 5 രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടത്തില്ലെന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നവർ പറഞ്ഞു. അതിനുശേഷം അവര് ഇപ്പൊ ഇന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമായ ഒരു വർധനവ് എന്ന നിലയിലൊരു തുക പോലും പറയുവാൻ അവര് തയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ 10 കിലോ ഇപ്പൊ നിലവിലെടുക്കുന്നതിൽ നിന്നും വർദ്ധിപ്പിച്ചു കൊടുത്താൽ ചെറിയ സംഖ്യ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന നിലയിലുള്ളൊരു അങ്ങനത്തെ നിഷേധാത്മകമായ ഒരു അവസ്ഥയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് ആ നിലയിൽ അംഗീകരിച്ചു പോകാൻ തീർച്ചയായിട്ടും കഴിയത്തില്ല. അതാണ് ട്രേഡ് യൂണിയനുകളുടെ തിരിച്ചുള്ള നിലപാടുന്നത്. അങ്ങനെ പറയുന്നിടത്ത് പിന്നെ നമ്മൾ വേറെ അഭിപ്രായങ്ങൾ പറയുന്നതിനകത്തൊന്നും ഒരു വിലയില്ലല്ലോ.
അല്ല, ഇപ്പോൾ തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കണം എങ്കിൽ മാത്രമേ വേതന വർധന പരിഗണിക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി സമരത്തിലാണ്. ഉൽപാദനം സ്വാഭാവികമായും പുറകോട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. സമരം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? സമരം ഇപ്പോ തൊഴിലാളികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ നിലയിലും ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ശരിയായൊരു നിലപാട് സ്വീകരിക്കണം. മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അവര് ഓരോ സന്ദർഭങ്ങളും ഒരിക്കലും മാനേജ്മെന്റ് ഒരു കാലത്തും ഇന്ന് വരെയുള്ള എന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ലാഭമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഞങ്ങൾ ശമ്പളം കൂട്ടിത്തരാമെന്ന് ഒരു മാനേജ്മെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറയുന്ന പ്രശ്നവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ മാനേജ്മെന്റ് ഒരു ശരിയായ വഴിക്ക് വരത്തുള്ളൂ. ശ്രീ ജയേന്ദ്രൻ, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഇന്ന് ഗവൺമെന്റിന്റെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി 5 അംഗങ്ങൾ അടങ്ങിയ സബ് കമ്മിറ്റിയിൽ മുഴുവൻ പേരും വരാൻ പോലും തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രമാത്രം ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തെ കാണുന്നത്? 3 മന്ത്രിമാർ മാത്രമാണ് പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ട്. അതെ, അവര് 5 പേരെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. 3 പേരാണ് വന്നത്. 3 പേര് പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പം അവര് പറയുന്നത്. ഞങ്ങളിപ്പം 5 പേരെന്ന് പറഞ്ഞാലും 3 പേരെടുക്കുന്ന തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ വെക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ വളരെ വേഗത്തിലൊരു ഡേറ്റ് താമസിക്കുന്ന ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് ആ ഡേറ്റിൽ തന്നെ പ്രശ്നം സജീവമായി ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കും എന്നുള്ള നിലയിലാണ്. എങ്കിൽ പോലും ഗവൺമെന്റ് അക്കാര്യത്തിൽ 10,000 വരുന്ന തോട്ടം തൊഴിലാളികൾ ഒരു പണിമുടക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് വേണ്ടത്ര ഗൗരവത്തോടു കൂടി പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ ജയചന്ദ്രൻ. അതായത് തോട്ടം തൊഴിലാളികൾ, തോട്ടം ഉടമകൾ 500 രൂപ കൂലി നൽകാൻ, മിനിമം കൂലി നൽകാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്ത് നിൽക്കുമ്പോൾ തന്നെ സർക്കാരിന് ഇതിൽ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ലേ? പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ഇടപെടലുകൾ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇടപെട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതെ, ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ ഇപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ ഒന്ന് ഒട്ടുവളരെ കാര്യങ്ങൾ പ്രപ്പോസലായിട്ട് മാനേജ്മെന്റിന് സഹായകരമായ നിലപാട് സ്വീകരിക്കാം എന്നെല്ലാമുള്ള നിലയിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ശക്തമായി മാനേജ്മെന്റുകളെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വീകരിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്തെല്ലാം അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ശമ്പള പ്രശ്നത്തിന് പരിഹാരം കാണാൻ അന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരത്തോടൊപ്പം ഇപ്പോൾ പെമ്പിള ഒരുമ സംഘം, അതായത് ഈ മൂന്നാർ സമരം ആദ്യം മുന്നോട്ട് വെച്ച ഈ സംഘം കൂടി ഇപ്പോൾ ഒന്നിച്ചു ചേരുമെന്നാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ശ്രീമതി ഇന്ദ്രാണി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ സമരത്തിന്റെ മുഖം മാറുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നു. അല്ലെങ്കിൽ അരാഷ്ട്രീയ സമരമല്ല, ട്രേഡ് യൂണിയനുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഇത്തരം അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് വരേണ്ടതെന്നുള്ള ആ ഒരു സന്ദേശം കൂടി മുന്നോട്ട് വെക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് സമരം കൊണ്ടുപോകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അതിപ്പോ നേരത്തെ അവര് ഒരു സമരം നടത്തിയപ്പോഴും ആ സമരത്തെ ട്രേഡ് യൂണിയനുകളൊന്നും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. കാരണം പണിയെടുക്കുന്നവർ അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏതൊരു സമരത്തെയും ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയനും തള്ളിക്കളയാൻ കഴിയത്തില്ല. ആ അർത്ഥത്തിൽ തന്നെ ഫിസിക്കലായും അവരോടൊപ്പം നിന്നുകൊണ്ട് ആ മുദ്രാവാക്യം ശാശ്വതമായി വിജയിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് അന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മാനേജ്മെന്റ് ഇപ്പം എടുക്കുന്ന സമീപനത്തിനെതിരായി എല്ലാവരും ഒറ്റ മനുഷ്യൻ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് തന്നെയുള്ള പോരാട്ടങ്ങളിലേക്കാണ് പോകേണ്ടത്. അവിടെ ഇപ്പോ പെൺകുള്ള ഒരു സംഘം എന്നെല്ലാം പറഞ്ഞാൽ പോലും ആകെ ഇന്ന് 104 പേരാണ് ജോലിക്ക് ഹാജരായത്. 11,000-ത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ 104 പേര് ജോലിക്ക് കയറുമെന്നൊന്നും പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും അവരെല്ലാവരും ഒന്നിച്ചല്ലോ നിൽക്കേണ്ടത്. അവര് 2 ദിവസത്തേക്കാണെങ്കിൽ പോലും 100 പേരാണെങ്കിൽ പോലും ജോലിക്ക് കയറിയത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ കാര്യമായിരുന്നില്ല. അവരും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ്. ഒരാൾ പോലും അങ്ങനെ പോകരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ മാനേജ്മെന്റുകളെ വഴിക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ KK ജയചന്ദ്രൻ. തോട്ടം തൊഴിലാളികൾ
ഇന്ന് നടത്തിയ ചർച്ച, അതായത് അവരുടെ മിനിമം വേതനം ഉയർത്തി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ച ഇന്ന് പരാജയപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മുടെ ന്യൂസ് ആൻഡ് വ്യൂസിലെ ഇന്നത്തെ പാനൽ ഡിസ്കഷൻ തുടരുന്നത്. തൊഴിലാളികളുടെ കൂലി വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാതെ ഇന്നത്തെ മന്ത്രിസഭാ ഉപസമിതി യോഗവും അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുമായി ചേർന്ന് ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ട്രേഡ് യൂണിയൻ നേതാക്കളും ട്രേഡ് യൂണിയനുകളും തോട്ടം എല്ലാവരും അടങ്ങിയ PLC, ആ PLCയിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം എന്നാണ് മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ദൗർഭാഗ്യകരമായ സാഹചര്യം അദ്ദേഹം മാത്രമാണ് ഒരുപക്ഷെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ മുന്നിൽ കണ്ടത്. മാത്രമല്ല, ഇന്ന് ഉബാസി, അതായത് ഈ തോട്ടമുടമകളുടെ ദക്ഷിണേന്ത്യൻ സംഘടനയാണ് ഉബാസി. ഈ ഉബാസിയുടെ ഒരു യോഗം ഇന്ന് എറണാകുളത്ത് നടക്കുകയുണ്ടായി. അവരും ഇത് തന്നെ പറഞ്ഞു, 500 രൂപ കൂട്ടിക്കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ മൂന്നാർ സമരം പെട്ടെന്നുണ്ടായ ഒരു സമരമാണ്, അതിൻ്റെ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള ദുരൂഹത രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് കണ്ടതിന് ശേഷം ഈ ചർച്ചയിലേക്ക് വരാം. സർക്കാരും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും അവരൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ വളരെയധികം ദുരൂഹതയുണ്ട്. കാരണം ഞാനൊരു 42 വർഷം ഈ വ്യവസായത്തിലുള്ള ആളാണ്. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇങ്ങനൊരു പ്രശ്നം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആസാമിലും പ്ലാന്റേഷൻ മേഖലയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഒരു ഭൂമി കൂട്ടുന്ന മാതിരി ഒരു സംഭവ വികാസം ഇതേവരെ എൻ്റെ ചരിത്രത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് ദുരൂഹതയുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരുപക്ഷെ ട്രേഡ് യൂണിയനുകളാണെങ്കിലും തോട്ടം തൊഴിലാളികൾ അല്ലെങ്കിൽ അസംഘടിതരായ തൊഴിലാളികൾ, രാഷ്ട്രീയവാദികളായ സംഘടിക്കപ്പെടേണ്ടി വന്ന ദുരിതങ്ങൾ കൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ഇവരെക്കാളെല്ലാം സംഘടിതമാണ് തോട്ടം മുതലാളിമാരുടെ സംഘടനകൾ. പ്രത്യേകിച്ച് ഇന്നത്തെ യോഗം, അതിനു മുൻപ് മന്ത്രി ഷിബു ബേബി ജോൺ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യഥ ആയിട്ടുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇന്നത്തെ ചർച്ച എന്ന് തോന്നിപ്പോകുന്നു. അതെ അതെ അത് ഏതെങ്കിലും നിലവാരത്തിലൊരു തീരുമാനത്തിൻ്റെ ഘടകത്തേക്ക് അടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറല്ല, അവരെ അതിന് പ്രേരിപ്പിക്കാൻ സർക്കാരിന് പ്രാപ്തിയുമില്ല. ഇത് രണ്ടുമാണ് തെളിഞ്ഞത്. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുന്നാറടക്കമുള്ള ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ഇഷ്യൂ, അല്ലെ തൊഴിലാളികളുടെ ആ ട്രേഡിന് തന്നെ വളരെ പഴക്കമുണ്ട്. പ്രദീപ്, ഒന്ന് അവരെ ഇങ്ങനെ അടിച്ചമർത്തി വളരെ എന്താ പറയുക അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കൊടുക്കാതെ ഒരു മനുഷ്യത്വരഹിതമായ അവസ്ഥയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മാനേജ്മെൻറ്റിനും അത്രത്തോളം പഴക്കമുണ്ട്. അവർ വളരെയധികം തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റായിട്ട് തഴക്കം വന്നിട്ടുണ്ട് തൊഴിലാളി വിരുദ്ധതയിൽ. അതുകൊണ്ടാണ് ഉപാസിയൊക്കെ ഈ നിലപാടെടുക്കുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഈ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം സംയുക്ത ട്രേഡ് യൂണിയൻ ഉന്നയിക്കേണ്ടി വന്നത് തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധിപ്പിച്ചാണ്. കഴിഞ്ഞ 10 ദിവസത്തെ സമരമുണ്ടല്ലോ, ആ സമരം സത്യത്തിൽ ആലുവയിലിരുന്ന് മുഖ്യമന്ത്രിയും സമരത്തിനിടയിലിരുന്ന് പ്രതിപക്ഷ നേതാവും നയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും സംയുക്ത ട്രേഡ് യൂണിയൻ പുറത്തായി, അതുമാതിരി തന്നെ മാനേജ്മെൻറ്റ് പുറത്തായി. ഒരു വശത്ത് മുഖ്യമന്ത്രി തന്നെ വന്നിരിക്കുന്നു ആലുവയിൽ, അതേമാതിരി തന്നെ പ്രതിപക്ഷ നേതാവ് സമരക്കാരുടെ ഇടയിൽ ഞാൻ ഇനി പോകുന്നില്ല ഇവിടെ നിന്ന് പരിഹരിക്കാതെ. ആ അർത്ഥത്തിലേക്ക് വലിയ നിലവാരത്തിലുള്ള വലിയൊരു വിസ്തയിലേക്ക് ഇത് എടുത്തെറിയപ്പെടുന്നത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധിപ്പിച്ച് തന്നെയാണ്. അത് കേരളത്തിൽ പുതിയ കാര്യമല്ല. നഴ്സുമാരുടെ സമരം നാം കണ്ടതാണ്. അതുമാതിരി തന്നെ അധ്യാപകരുടെ, ഈ അസംഘടിത മേഖലയിലെ അധ്യാപകരുടെ സമരം നാം കണ്ടതാണ്. സീമാസിലെ തൊഴിലാളികളുടെ സമരം, ഇതെല്ലാം സ്ത്രീകളുടെ സമരമാണ്. പക്ഷേ ഇവിടെ നിന്ന് വ്യത്യസ്തമായി തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ട്രേഡ് യൂണിയൻ വേഴ്സസ് തോട്ടം തൊഴിലാളി സ്ത്രീകൾ എന്ന നിലയ്ക്കുള്ള ഒരു ഡൈക്കോട്ടമി അവിടെ രൂപം കൊണ്ടു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നാളെ എനിക്ക് തോന്നുന്നത് പ്രദീപ്, നമുക്ക് ഒരുപക്ഷെ കുറേ കൂടി ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാം. നാളെ ഈ സ്ത്രീകൾ കൂടി സമരത്തിൽ പങ്കെടുക്കുമല്ലോ. അങ്ങനെ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പൊമ്പിളൈ ഒരുമൈ എന്ന നിലയ്ക്ക് സംഘടനാപരമായി അവരെ അംഗീകരിക്കുമോ, അങ്ങനെയാണെങ്കിൽ ആ സംഘടനയെ കൂടി ചർച്ചയ്ക്ക് വിളിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങളാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. എങ്കിൽ പോലും സർക്കാർ ഒരു നിലപാട്, ഉറച്ച നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നില്ല എങ്കിൽ ഒരിക്കൽ കൂടി ഈ സ്ത്രീ തൊഴിലാളികൾ വഞ്ചിക്കപ്പെടും എന്ന ദുരന്തം ഒരു പക്ഷേ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ അജിത് കുമാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രത്യേകിച്ചും ഇപ്പോൾ ആസന്നമായിട്ടുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ഇനിയും ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തന്നെ തീരാൻ അധികം സമയമില്ല. ഇത്തരത്തിലുള്ള ജനകീയമായ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത തിരിച്ചടിയായി പോകില്ല. ഇതിനകത്ത് ശ്രീ പ്രദീപ്, ശ്രീ ബാബുജി, പിന്നെ ഞാൻ ശ്രീ ജയേന്ദ്രൻ്റെ സംസാരത്തിൽ നിന്ന് അവിടുന്ന് തുടങ്ങേണ്ടതുണ്ടെന്ന് തോന്നി. ഇതിനകത്ത് ഇത് വളരെ കോംപ്ലക്സ് സിറ്റുവേഷനാണ്. ഈ പറഞ്ഞ പോലെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു അസംതൃപ്തിയുടെ അല്ലെങ്കിൽ ചാരം മൂടിക്കിടന്ന് കനൽ ഊതി വന്നതൊന്നുമല്ല. ഇതിങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ
ഉണ്ട്. അതിങ്ങനെ ഒരു ഇപ്പോൾ ഉപാസി യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന തോട്ടം അവരിപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ഇത് വന്നു, അല്ലെങ്കിൽ ഇത് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അതെ. പക്ഷേ ഇതിനകത്ത് ഞാൻ ശ്രീ ജയേന്ദ്രൻ്റെ ആ സംസാരത്തിന് ഇതിനകത്തൊരു രാഷ്ട്രീയം കാണണ്ട നമുക്ക്. ഇതിനകത്തുനിന്ന് രാഷ്ട്രീയം മാറ്റിവെക്കുക. ഇതിനകത്ത് ഇപ്പം ശ്രീ അച്യുതാനന്ദൻ്റെ മൂന്നാറിലെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കുത്തിയിരിപ്പോ, ശ്രീ ഉമ്മൻചാണ്ടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പാഞ്ഞു വന്ന് അദ്ദേഹം ഇടപെട്ടു, അതിൻ്റെയൊക്കെ എല്ലാം കൂടി തിങ്സ് ഫോളിങ് ഇൻ പ്ലേസ് എന്ന് പറയും. എല്ലാം യഥാർത്ഥ സമയത്ത് സംഭവിച്ചതുകൊണ്ട് ആ ബോണസ് ഇഷ്യൂ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായിട്ട് അത് തീർന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തൊഴിലാളി രംഗത്തിൻ്റെ അല്ലെ തൊഴിലാളി നേതാക്കന്മാർക്ക് തലയ്ക്കൊരടി കൊടുത്തുകൊണ്ട് അത് മാറ്റങ്ങളുണ്ടാകും. അതൊരു നല്ല ഇതാണ്. അതൊരു നല്ല നിമിത്തമായി എന്ന് കാണുക. പക്ഷേ ഈ സ്ത്രീ ശാക്തീകരണം അതൊന്നുമല്ല ഈ വിഷയം. ഇത് കാലാകാലങ്ങളായിട്ട് ഈ എസ്റ്റേറ്റുകളിൽ എത്രയോ നൂറ്റാണ്ടുകളെന്ന് പറയുന്നില്ല, എത്രയോ ദശാബ്ദങ്ങളായിട്ട് എത്രയോ തലമുറകളായിട്ട് അനുഭവിച്ചു വരുന്ന ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും അവിടുത്തെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുകൾ പഴയ സായിപ്പിൻ്റെ കാലത്തെ സമ്പ്രദായങ്ങളാണ് ഇപ്പോഴും അവിടെ നിലനിന്ന് പോലും. അവരുടെ സായിപ്പിൻ്റെ പഴയ ബംഗ്ലാവിൽ താമസിക്കുന്നു, അതേപോലുള്ള ലൈഫ് സ്റ്റൈൽ അവിടെ അങ്ങനെയൊക്കെയുള്ള അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം വിടൂ. ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മാനേജ്മെൻറ്റ് പ്രതിനിധീകരിച്ച് ഈ തോട്ടം തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ, സൂപ്പർവൈസർ മുതൽ അല്ലെങ്കിൽ കൊളുന്തു നുള്ളുന്നവരൊഴിച്ച് അല്ലെങ്കിൽ അവരുടെ കങ്കാണി ഒഴിച്ച് അതിന് മേലോട്ടുള്ളവർ മുഴുവനും ഇപ്പോഴും അവിടെ സുഖജീവിതം നയിക്കുകയാണ്. ഈ പാവപ്പെട്ട താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഗവൺമെന്റ് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ? അല്ല, ഇതിനകത്ത് നമ്മുടെ തുടക്കത്തിൽ ശ്രീ പ്രദീപ് ഒന്ന് പറഞ്ഞിരുന്ന ഒരു വാക്ക് ഞാൻ പറയാം, നിഷേധാത്മകമായ നിലപാട് തോട്ടമുടമകളുടെ എന്നൊരു വാക്ക് ഞാൻ കേട്ടു. ഞാനത് കുറിച്ച് വെച്ചതാണ്. തോട്ടമുടമകളുടെ നിഷേധാത്മക നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്, ചോദ്യം ചെയ്യപ്പെടാൻ. പിന്നെ അവർ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെട്ടേ മതിയാവും. ഒന്നാമത് ഇതെല്ലാം ഗവൺമെന്റിന്റെ നമ്മുടെ നാട്ടുകാരുടെ കരമൊടുക്കുന്നവന്റെ നമ്മുടെയൊക്കെ പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. അതായത് ഈ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് തോട്ടമുടമകളുടെ നിലപാടിനോടുള്ള ഗവൺമെന്റ് സൗമ്യ സമീപനം അത് നിരന്തരമായി നമുക്ക് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കും ഇത്രയും വലിയ സമരം അവിടെ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷനോ അല്ലെങ്കിൽ പിന്നെ പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ HML മറ്റേ മലയാളം പ്ലാന്റേഷനോ നമ്മൾ ശബരിമല പോകുന്ന കൂട്ടിൽ കാണുന്ന പെരുന്നാട് ലാഹ എന്നൊക്കെ എസ്റ്റേറ്റുകളോ അല്ലെങ്കിൽ ഇടുക്കിയിലോ വയനാട്ടോ ഈ മലമ്പ്രദേശം ഇതൊക്കെ പബ്ലിക്കിന്റെ ഭൂമിയല്ലേ, സർക്കാർ ഭൂമിയല്ലേ? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊന്നും മുതലാളി ഒന്നും ടാറ്റായോ ബിർളയോ ഒന്നും അവരുടെ ഒന്നും തലമുറകൾ കൊണ്ടുവന്ന് വാങ്ങിച്ചു വെച്ച ഭൂമിയൊന്നുമല്ല. പാട്ടത്തിനൊക്കെ കൊടുത്ത് പഴയ കാലത്തെ സമ്പ്രദായം അറിയാം. 999 വർഷത്തേക്ക് ഒരു അണക്കെട്ട് പോലും പണയം വെച്ച സംസ്ഥാനമാണ് നമ്മുടേത്. അതിലേക്ക് പോകുമ്പോൾ എത്രയോ തലമുറകളായിട്ട് ഇത് പണയത്തിലിരിക്കുകയാണ്. ഇത് സർക്കാർ തിരിച്ചെടുക്കാൻ, ഈ ഭൂമി തിരിച്ചെടുക്കാനുള്ള ആർജവം മാറി മാറി വരുന്ന സർക്കാരുകൾ കാണിക്കണം. മാത്രമല്ല ഒരുപാട് തേയില തോട്ടങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം കൂടി. വേറൊരു കാര്യമുണ്ട്, സർക്കാരിന് ഇതിന് അങ്ങനെ ബ്ലൈൻഡായിട്ട് അങ്ങനെ എന്താ പറയുക തൊഴിലാളി പ്രോ തൊഴിലാളി ആന്റി മാനേജ്മെന്റ് ആയിട്ട് പറ്റില്ലെന്നറിയുമോ? ഇതൊരു ഭയങ്കര എക്സ്പോർട്ട് ബിസിനസ്. അവിടെയാണ് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന്റെ എക്കോണമിയെ കൂടെ ബാധിക്കുന്നുണ്ട്. അല്ല, അതിലൊരു ചെറിയൊരു പെശക് എനിക്ക് തോന്നുന്നത് ഈ നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് കുറവാണെന്ന് കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി യോഗത്തിന്റെ ഒരു മുൻകൈ എടുക്കുകയും നമുക്കറിയാം. INTUC ഉൾപ്പെടെ ഇന്ന് കേരളം മുഴുവൻ തോട്ടം തൊഴിലാളികൾ INTUCയുടെ കൂടെ നേതൃത്വത്തിലാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂന്നാറിലെ സമരം എന്നതുപോലെ മാത്രമല്ല, കേരളത്തിൽ എമ്പാടും ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ സമര രംഗത്താണ്. അവരുടെ പ്രധാന ആവശ്യമായ മിനിമം വേതനം 500 രൂപ എന്നുള്ളത് നമുക്കറിയാം, പൊതുസമൂഹത്തിനറിയാം. ഒരു ദിവസത്തെ രാവിലെ 6 മണിക്ക് ജോലിക്ക് കയറി വൈകിട്ട് 7 മണി വരെ പണിയെടുക്കുന്നവർക്ക് 500 രൂപ കൂലി കൊടുക്കാൻ തയ്യാറില്ലാത്ത കുത്തക കമ്പനികൾ, ആ കമ്പനികൾക്കെതിരെ അല്ലെങ്കിൽ അവരോട് സമരസപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെൻറ്, തീർച്ചയായും ഇത് വിമർശനത്തിന് വിധേയമാവേണ്ട സാഹചര്യം തന്നെയാണെന്ന് ഉറപ്പാണ്. മാത്രമല്ല, കേരളത്തിലെ പ്ലാന്റേഷൻ മേഖല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങൾ, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം, സർക്കാരിൻ്റെ സ്വന്തം സ്ഥലം തോട്ടം ഉടമകൾക്ക് പാട്ടത്തിന് നൽകി വ്യവസായം ചെയ്യാൻ കൊടുത്തത് തൊഴിലാളികളുടെ കൂടി ക്ഷേമം അല്ലെങ്കിൽ അവരുടെ ഉന്നമനം കൂടി ലക്ഷ്യമാക്കിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ ശ്രീ അജിത്? അല്ല, ശ്രീ പ്രദീപ് പറഞ്ഞു കൃത്യമായിട്ട് 100% ഞാൻ ശ്രീ പ്രദീപ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഇത് സർക്കാരിൻ്റെ ഭൂമി, അത് പാട്ടത്തിന് കിട്ടി. നമ്മൾ ബ്രേക്കിന് തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മുടെ ഒരു അണക്കെട്ട് പോലും അത് ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ, അല്ല പിന്നീട് 70കളിൽ വന്ന ഗവൺമെൻറ് പോലും ശ്രദ്ധിക്കില്ല. 999 വർഷത്തേക്ക് ഒരു നമ്മളൊരു അടിയറവ് വെച്ച പോലുള്ള ഈ ഭൂമി മുഴുവൻ ഇപ്പം മൂന്നാറിൻ്റെ ടെറൈൻ പോലുള്ള സ്ഥലത്ത് നമ്മുടെ കിഴക്കൻ മേഖലയിൽ ഇത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലേക്ക് മാത്രമേ തേയിലച്ചെടിയൊക്കെ വളരുള്ളൂ. തേയില ഏലമൊക്കെ വളരെ പ്രത്യേക കാലാവസ്ഥയും അതിനനുസരിച്ചുള്ള ടോപ്പോഗ്രഫിയും വേണമല്ലോ, ഭൂമിയുടെ തട്ടും അതുമൊക്കെ.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊണ്ട് ഇവിടെ കടത്തീരത്ത് കൊണ്ട് തേയില വെച്ചാൽ പക്ഷേ നമുക്ക് വളരെ സമ്പന്നമായൊരു പ്രകൃതി അത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തൊഴിലാളി തോട്ടം ഉടമകൾ എന്ന് ഞാൻ പറഞ്ഞാൽ ദയവേത് എന്നോട് ക്ഷമിക്കുക പൊറുക്കുക. ഈ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ നമുക്കൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കൂടെ ബന്ധപ്പെടുത്തി അപ്പുറം നീതി നിഷേധവും ഉണ്ട്. നീതി നിഷേധം, ചൂഷണം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുള്ള ചൂഷണമുണ്ട്, അവകാശ ലംഘനമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ പഴയ ഒരു വെസ്റ്റേൺ കൾച്ചർ ഉണ്ടല്ലോ, ഈ എസ്റ്റേറ്റുകൾ മുഴുവൻ ഹാരിസൺ മലയാളം എന്നൊക്കെ അല്ലെങ്കിൽ ഇതെല്ലാം സാഹിബ്മാരുടെ കാലത്തുണ്ടായിരുന്ന ഇതാണല്ലോ. അവരായിരിക്കും ഒരു പക്ഷേ ഈ പ്രദേശത്ത് തേയില വളർത്താൻ കൊള്ളാമെന്ന് ബ്രസീലിൽ നിന്ന് പണ്ട് കപ്പ കൊണ്ടെന്ന് പറഞ്ഞ പോലെ തേയില ചെടി അവരായിരിക്കും കപ്പലേറ്റ് കൊണ്ട് പോകുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും ഈ തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾ വിനീത വിധേയരാണ്. കങ്കാണിമാരുടെ കീഴിൽ അനർഹമായ ശമ്പളം വാങ്ങിക്കുന്ന കങ്കാണിമാരുടെ കീഴിൽ അടിമകളെ പണിയെടുക്കുന്ന ഒരു സംസ്കാരം. അത് പറയുമ്പോൾ ശ്രീപതി എനിക്ക് ഓർമ്മ വരുന്ന ഒരു 70കളിൽ ഒരു സിനിമ ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ എഴുതിയ നഖങ്ങൾ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയ ഒരു സിനിമയുണ്ടായിരുന്നു. മലയാളത്തിൽ വളരെ പ്രസിദ്ധം. ആ കാലത്ത് നിങ്ങളൊക്കെ ഒരു പക്ഷേ ജനിച്ചിട്ടുണ്ടാവില്ലേ? അതിൽ ഒരു ഞാൻ ഒന്ന് 2 മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. അതിനകത്ത് ബാബുജി ഓർമ്മിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൊണ്ട് ശ്രീ മധുവും KR വിജയും ഒക്കെ അഭിനയിച്ചിരുന്ന ഒരു സിനിമ, വളരെ മനോഹരമായ പാട്ടുകൾ, ജയഭാരതിയൊക്കെ അഭിനയിച്ച് അതിനകത്ത് രാഘവൻ എന്ന് പറഞ്ഞ നടൻ ട്രേഡ് യൂണിയനിസ്റ്റാണ്. ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായർ, കമ്മ്യൂണിസ്റ്റുകാരനായ വൈക്കം ചന്ദ്രശേഖരൻ നായർ എഴുതിയ നഖങ്ങൾ തോപ്പിൽ പാസിയാണ് സംവിധാനം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സംവിധാനം, ഞാൻ തർക്കിക്കുന്നില്ല. അതിനകത്ത് ഈ തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ അതേ സാഹചര്യം, അത് ഇതിപ്പോൾ ഒരു 40 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് എഴുതിയ സിനിമയായിരിക്കും, അല്ലെങ്കിൽ 45 കൊല്ലം മുമ്പ്, അല്ല നോവലായിരിക്കും, 45 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമയായിരിക്കും. അത് ഞാൻ അന്ന് കുട്ടിക്കാലത്ത് ഞാനത് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അതേ സാഹചര്യങ്ങളിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ഭൗതിക ജീവിത ചുറ്റുപാടുകളെന്ന് വളരെ നമുക്ക് അനുഭവത്തിൽ, നമ്മൾ ഇടയ്ക്കൊക്കെ മൂന്നാറിൽ നമ്മൾ സുഖമെടുക്കാൻ പോകാറുണ്ടല്ലോ, പക്ഷേ അവിടെ നിരന്തരം അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ പീഡനം എന്ന് പറയുന്നത്, അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന മാനേജ്മെൻറ്റുകളെ മര്യാദ പഠിപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് സർക്കാരുകൾ ആലോചിക്കേണ്ടത്. നമുക്ക് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, നമുക്കറിയാം ഇപ്പോൾ ഈ സമരം ഒരു മാസമായി മാധ്യമങ്ങൾ വളരെയധികം, ഈ പെമ്പിള ഒരുമയുടെ സമരമാണെങ്കിലും ഇപ്പോഴുള്ള സമരം അത്ര സജീവമായ മാധ്യമ ശ്രദ്ധയൊന്നും നേടിയെടുക്കുന്നില്ല. അതേസമയം ഇതേ ആവശ്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ കേരളമൊട്ടാകെ പല സ്ഥലങ്ങളിലും, നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൊഴിലാളികൾ നേരിടുന്ന വല്ലാത്ത പ്രശ്നങ്ങൾ, അവരുടെ ആവാസ കൂടി താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ, അവരുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വല്ലാത്ത ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഗതി എങ്ങോട്ടായിരിക്കും പോകുന്നത്? പ്രത്യേകിച്ചും VS അച്യുതാനന്ദൻ ഇന്ന് പറയുകയുണ്ടായി, പ്രതിപക്ഷം, ഞാൻ ഇനിയും മൂന്നാറിൽ പോകേണ്ടി വരുന്നു. വല്ലാതെ ആളിക്കെത്തേണ്ടി വരില്ലേ? എങ്കിൽ മാത്രമല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഇനി പഴയ രീതിയിലേക്ക് ട്രേഡ് യൂണിയൻ്റെ, സംയുക്ത ട്രേഡ് യൂണിയൻ്റെ സ്വാഭാവിക യാഥാസ്ഥിതിക വീക്ഷണങ്ങളിലേക്ക് സമരത്തിന് തിരിച്ചു പോകാനാവില്ല. മാനേജ്മെൻറ്റിൻ്റെ കടുംപിടുത്തത്തിലേക്ക് ഈ സമരത്തിന് തിരിച്ചു പോകാനാകില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ചാണെങ്കിൽ KDHP ആ ഭൂമി തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് ഇതേ സർക്കാർ തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള അവകാശം പോലും ഇല്ല. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം, ഞാൻ ചോദിക്കട്ടെ പ്രദീപേ, ഇപ്പം NGOമാരുടെ ശമ്പള വർധനവിൻ്റെ പ്രശ്നം പണമില്ല എന്ന് സർക്കാരിന് പറയാൻ പറ്റുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. കടമെടുത്ത് NGOമാർക്ക് നൽകുന്നുണ്ടല്ലോ. അതേമാതിരി തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് കൊടുക്കേണ്ട മിനിമം രീതിയിലെ വേജസ്, കേരളത്തിൻ്റെ മലയാളിയുടെ സെൻസിബിലിറ്റിക്ക് അനുസൃതമായൊരു വേജസ്, അതിപ്പോൾ അയിത്തും പറയുന്ന മാതിരി 500 രൂപ കൂടുതലല്ലാന്ന് ഉമ്മൻചാണ്ടിയും പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എല്ലാവരും സമ്മതിക്കും. നഷ്ടമാണെങ്കിലും തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മുതലാളിമാർക്കുണ്ട്. ആ കാര്യത്തിനകത്ത് മാനേജ്മെൻറ്റിനെ നിർബന്ധിച്ച് പ്രേരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇച്ഛാശക്തി എപ്പോൾ സർക്കാരിനുണ്ടാകുന്നു? സർക്കാർ നെഗോഷിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ആരുടെ കൂടെ നിന്ന് നെഗോഷിയേറ്റ്? അതാണ് ഇന്നത്തെ ചോദ്യം. ആർക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത്? തൊഴിലാളികൾക്കൊപ്പമാണോ അതോ തോട്ടം ഉടമകൾക്ക് വേണ്ടിയാണോ? അത് വല്ലാത്ത സംശയം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ചർച്ചകൾ മുന്നോട്ട് പോയതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറച്ചുവെക്കാൻ സാധിക്കില്ല. തോട്ടം തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തി നടക്കുന്ന സമരത്തിൻ്റെ ഇടയിൽ ഇന്നുണ്ടായ സമരസ ചർച്ച, അതായത് മിനിമം വേതനം 500 രൂപയാക്കി കിട്ടണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള 20ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ച ഇന്ന് മന്ത്രിതലത്തിലും അതോടൊപ്പം തന്നെ PLC അവരുടെ സംഘടന, എല്ലാ തോട്ടം ഉടമകളുടെയും തൊഴിലാളികളുടെയും എല്ലാം ട്രേഡ് യൂണിയനുകളുടെയും സംയുക്തമായിട്ടുള്ള ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു സമരം നമ്മൾ കണ്ടതാണ്, വളരെ വ്യത്യസ്തമായ സമരമായി ഇന്ത്യ മുഴുവൻ ആ സമരം ശ്രദ്ധയാകർഷിച്ചു. മൂന്നാറിലെ വനിതാ തോട്ടം തൊഴിലാളികൾ മുന്നോട്ട് വെച്ച സമരം, ഈ സമരം ഇപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ തൊഴിലാളികൾ മാത്രമല്ലാതെ പൊതുസമൂഹം തന്നെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം താങ്കൾ മുന്നിൽ കാണുന്നില്ല? അല്ല, കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ
ഇത്രത്തോളം ദീനാനുകമ്പം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു പ്രത്യേകതരം ജനവിഭാഗം താമസിക്കുന്നുണ്ട്, ദുരിതപൂർണമായ അവസ്ഥയിൽ അവരുടെ ലായങ്ങളിൽ കഴിയുന്നുണ്ട് എന്ന കാര്യമൊക്കെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. ആളുകൾക്ക് അത് ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ആ അർത്ഥത്തിൽ നമുക്ക് ഒരു പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട സമരമാണ്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഭൂമി പിടിക്കുന്നിടത്തേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും. കാരണം അവിടുത്തെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സ്ഥലം, അവരുടെ അവകാശപ്പെട്ട സ്ഥലം, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ നിലവാരത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭാവുകത്വം ഈ സമരവുമായി ബന്ധിപ്പിച്ചപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കൾ അത് മനസ്സിലാക്കണം. ട്രേഡ് യൂണിയൻ നേതാക്കൾ സത്യത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ടിരിക്കുന്ന സ്ത്രീ വിഭാഗം തൊഴിലാളികൾ, അത് ഓരോ ഘട്ടങ്ങളിൽ ഓരോ വിഭാഗങ്ങളിലും ഉണ്ട്. ശരിക്കും ഷോപ്പ് വർക്കേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർ 15 ലക്ഷത്തോളം തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. ആ വിഭാഗത്തിൻ്റെ കൂടി താല്പര്യം പരിഗണിക്കാതെ ട്രേഡ് യൂണിയനുകൾക്കോ സർക്കാരുകൾക്കോ ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഇല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമരം, അതിന് കിട്ടിയ മാധ്യമ ശ്രദ്ധയടക്കം, അതിനങ്ങനെ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് സ്ത്രീകൾ മുന്നിൽ വന്ന് നിന്നിട്ട് ഉപരോധം നടത്തുന്നത് കൊണ്ടാണ്. ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് കൊണ്ട് പഴയ രീതിയിൽ ഇത് പരിഹരിക്കാം എന്ന് മാനേജ്മെൻറ്റ് ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഈ സർക്കാർ അതിനുവേണ്ടി നിലപാടെടുത്താലോ നടക്കാൻ പോകുന്നില്ല. അത് മാറി തീർന്നിരിക്കുന്നു. അതൊരു സമയത്തിൻ്റെ മാത്രം. ഒരു പക്ഷേ ശ്രീ അജിത് കുമാർ, ഇവിടെ താങ്കൾ വീക്ഷണം പത്രത്തിൻ്റെ പത്രാധിപരാണ് എങ്കിൽ പോലും താങ്കൾ വളരെയധികം ഈ സമരത്തിൻ്റെ ന്യായമായ അവസ്ഥകളെക്കുറിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരം നടത്തിയിരുന്ന തൊഴിലാളികൾ അവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സർക്കാർ, ഈ സർക്കാരിൽ നിന്ന് ന്യായമായ രീതിയിലുള്ള ഇത് കിട്ടുന്നില്ല. മാത്രമല്ല ഇന്നത്തെ ചർച്ചയുടെ പ്രസക്തി എന്താണെന്ന് പോലും സാമാന്യ ജനം ചോദിക്കുന്ന ഒരു സാഹചര്യം. അവരുടെ ആവശ്യം എന്താ? 500 രൂപ ദിവസം വേതനം, മിനിമം കൂലി. അത് യെസ് ഓർ നോ എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇന്ന് ഗവൺമെൻറ് ഇടപെട്ട് നടന്നിട്ടില്ല. ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, അന്ന് ആ 20 ദിവസത്തിലധികം അവർ സമരം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനോട് പോയപ്പോൾ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പെമ്പിള ഒരുമയുടെ നേതാക്കൾ പറഞ്ഞത്, ഇതിനു മുൻപും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്, ഈ സമരങ്ങളിലെല്ലാം പറയുന്നത് നമ്മൾ ഒരു ദിവസം വെക്കും, ആ ഒരു ദിവസം ചർച്ച നടത്തി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാം, പക്ഷേ ഞങ്ങൾ അതിന് തയ്യാറല്ല, ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാവാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ അവരെ പറഞ്ഞു പറ്റിക്കുകയല്ലേ ചെയ്തത് ഇപ്പോൾ സർക്കാർ? ഇപ്പോൾ നമ്മൾ ഇതിന് കാണേണ്ടത് ശ്രീമതി ഇന്ദ്രാണിയും മറ്റേ ഗോമതിയോ പേരുകൾ പോട്ടെ, അവരൊക്കെ മോളി, അങ്ങനെ 2 പേരുണ്ട് അല്ലേ? ഓക്കെ, ശ്രീമതി ഇന്ദ്രാണിയായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അവരുടെ ആ സമരം 9 ദിവസം, 9ാമത്തെ ദിവസമാണല്ലോ ചർച്ച നടക്കുന്നത്. 9 ദിവസം നീണ്ടു നിന്ന ആ സമരത്തിൽ ഒരുപക്ഷെ ആ ഒരു അത് തീരും എന്നുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു അധികാരികൾ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് വന്നപ്പോഴാണ് അത് ഈ പറഞ്ഞ പോലെ ശ്രീ വി എസ് അവിടെ പോയി 11:30 മണിക്ക് പകൽ 11:30 മണിക്ക് കുത്തിയിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വൈകുന്നേരം വരെ ഇരുന്നതുകൊണ്ടോ അതിനകത്ത് രാഷ്ട്രീയം കാണരുതെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. 10 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചർച്ച തുടങ്ങുന്നു, 11:30 മണിക്ക് ശ്രീ വി എസ് അവിടെ എത്തുന്നു, വൈകിട്ട് 4:30 മണിക്ക് മുഖ്യമന്ത്രി എത്തുന്നു, അതിനുശേഷം 8-8:30 മണിയായപ്പോഴത്തേക്ക് ഡീൽ ക്ലോസ് ആകും. കൃത്യമായിട്ടും ഗവൺമെന്റിന്റെയും ഒരേ സമയം നമ്മൾ വളരെ ശ്രീ അജിത് കുമാർ, നമ്മുടെ സമയം കഴിയാറായി എങ്കിൽ പോലും പറയണം, ഒരേ സമയം മുഖ്യമന്ത്രി ഷിബു ബേബി ജോൺ, മറ്റേ വനിതാ മന്ത്രി ജയലക്ഷ്മി 3 പേര് തത്സമയം അവിടെ നിന്ന് ചർച്ചയിൽ തീരുമാനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ആ തീരുമാനങ്ങളാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. അല്ലല്ല, അത് അന്ന് ബോണസ് ഇഷ്യൂ ആയിട്ട് ബോണസ് റിലേറ്റഡ് ആയിരുന്നല്ലോ ആ ഇഷ്യൂ എന്ന് ശ്രീമതി ഇന്ദ്രാണി പറഞ്ഞതുപോലെ. ഇപ്പോൾ കൃത്യമായിട്ട് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ വേതന, അവരുടെ തൊഴിൽ, പിന്നെ കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ള ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിന് മുമ്പേ ആദ്യം പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കടുംപിടുത്തത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ത്രികക്ഷി ചർച്ച എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഇടപെട്ട് ശക്തമായ നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. സർക്കാർ അക്കാര്യത്തിൽ ഒരു പിന്നോക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. ഈ പറഞ്ഞ അത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നോ അസംബ്ലി ഇലക്ഷൻ വരുന്നോ ഒന്നുമല്ല വിഷയം. സർക്കാർ ഈ കാര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് തൊഴിലാളികളോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൻ്റെ നമ്മുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ട് പ്രോഡക്റ്റ് ആണ്. അവിടെയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. സർക്കാർ തലത്തിലോ ഉള്ള ഉദ്യോഗസ്ഥർക്കോ അവർക്കെല്ലാം ജീവനക്കാർക്കോ എല്ലാം കൃത്യമായ ശമ്പളവും ബോണസും വേതന വർധനവും എല്ലാം നൽകാൻ ഒരു പ്രശ്നമില്ലാത്ത സർക്കാരാണ്. അവിടെ മാനേജ്മെന്റ് വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ, അതിലേക്ക് സർക്കാർ അവരെ എത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതോടൊപ്പം തന്നെ ശ്രീ ജെ അജിത് കുമാർ, ശ്രീ ശ്രീമതി ഇന്ദ്രാണി, അതോടൊപ്പം ശ്രീ കെ ജയചന്ദ്രൻ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളായി തന്നെ തുടരുന്നൊരവസ്ഥ, അവർക്ക് വേണ്ടി ഇനി ആരെല്ലാം മുന്നോട്ട് വരുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ തോട്ടം മുതലാളിമാരുടെ ഭാഗത്തുനിന്നോ തോട്ടം ഉടമകളുടെ ഭാഗത്തുനിന്നോ യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യം പോലും ഇല്ലാത്ത ഒരു അനുഭവമാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.